ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. 2026 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച. അന്ന് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമിയാണ്. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി നാഗപഞ്ചമി എന്നാണ് അറിയപ്പെടുന്നത്. ആ ദിവസം, അതായത് 2026 ഓഗസ്റ്റ് 17-ാം തീയതി രാവിലെ 6:15 മുതൽ 8:43 വരെയുള്ള സമയം ഏറ്റവും ഉത്തമമായ പൂജാ മുഹൂർത്തമാണ്. നാഗപഞ്ചമി ദിവസം നാഗദേവതകളെ പ്രാർത്ഥിക്കണം, അവരെ ആരാധിക്കണം എന്നാണ് വിശ്വസിക്കുന്നത്. അവർക്ക് അന്നേ ദിവസം ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പൂജ എന്ന് പറയുന്നത് പാലുകൊണ്ട് അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ വീടിന് അടുത്തുള്ള മിക്ക ക്ഷേത്രങ്ങളിലും നാഗരുടെ പ്രതിഷ്ഠ കാണും. നിങ്ങളെല്ലാവരും നാളത്തെ ദിവസം ക്ഷേത്രത്തിൽ പോയിട്ട് നാഗദേവതകൾക്ക് ഒരു കവറ് പാല് മേടിച്ച് നാഗദേവതകൾക്ക് പാലുകൊണ്ട് അഭിഷേകം ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിലുള്ള എല്ലാവർക്കും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് നമ്മുടെ മലയാളക്കര, കേരളം എന്ന് പറയുന്നത് നാഗങ്ങളുടെ വാസ സ്ഥലമാണ്. നാഗങ്ങൾ ജീവിച്ചിരുന്ന പ്രദേശത്താണ് നമ്മളെല്ലാവരും താമസിക്കുന്നത്. പരശുരാമൻ സൃഷ്ടിച്ചതാണ് കേരളം എന്നാണ് പറയുന്നത്. അങ്ങനെ പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിനു ശേഷം ഇവിടെ കുറച്ച് ബ്രാഹ്മണരെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അതിനുശേഷം പരശുരാമൻ ഇവിടെ നിന്നും പോയി. അദ്ദേഹം കുറേ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ ബ്രാഹ്മണരാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നാഗങ്ങളുടെ ശല്യം ഉണ്ടായിരുന്നു. അത് തന്നെയുമല്ല, ഇവിടുത്തെ വെള്ളത്തിന് ഉപ്പ് രസവും ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം കൈലാസത്തിൽ പോയി തപസ്സു ചെയ്ത് വാസുകിയെ പ്രാർത്ഥിച്ച് വാസുകിയുടെ അനുഗ്രഹപ്രകാരമാണ് നാഗങ്ങൾ ഒരു പ്രത്യേക സ്ഥലങ്ങളിലേക്ക് ഒതുങ്ങി ഇരിക്കാൻ തുടങ്ങിയതും വരുണദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ജലത്തിലെ ഉപ്പുരസം മാറി നമുക്ക് നല്ല ജലം ലഭിച്ചതും. നിങ്ങൾ കേരളത്തിന് പുറത്ത് താമസിച്ചിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും, കേരളത്തിൻ്റെ പുറത്തുള്ള മിക്ക സ്ഥലങ്ങളിലെയും ജലം നമുക്ക് കുടിക്കാൻ പറ്റില്ല. എല്ലാം ശുദ്ധീകരിച്ച ജലമാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ കിണറ്റിൽ നിന്നും കോരിയെടുക്കുന്ന വെള്ളം, ആ വെള്ളത്തിന് നല്ല മധുരമാണ്. നമുക്ക് ആ വെള്ളം കുടിക്കാൻ തോന്നും. കാരണം ദേവന്മാരുടെ അനുഗ്രഹപ്രകാരം നമ്മുടെ ജലം ശുദ്ധീകരിക്കപ്പെട്ടതാണ്. നാഗങ്ങൾ ഒരു പ്രദേശത്ത് മാത്രമായി ഒതുങ്ങി ജീവിക്കുവാനും തുടങ്ങി. അതുകൊണ്ടാണ് കേരളത്തിലെ മിക്ക കുടുംബങ്ങളിലും ഓരോ കാവുകളുള്ളത്. അവർ ആ പ്രദേശത്ത് നാഗങ്ങൾ ഒതുങ്ങിയിരിക്കുകയും അവരെ പൂജിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലെ പ്രജകൾക്ക് അവരെ ഐശ്വര്യം വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്യണമെന്ന് വാസുകിയുടെ നിർദ്ദേശപ്രകാരം പരശുരാമൻ പിന്നീട് പരദേശത്തു നിന്നും ഇവിടെ ബ്രാഹ്മണരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചപ്പോൾ പറയുകയും ചെയ്തു. അതനുസരിച്ചിട്ടാണ് കേരളത്തിലുള്ള മിക്ക വീടുകളിലും കാവുകളും കുളങ്ങളും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും, എൻ്റെ വീട്ടിൽ കാവില്ല, എൻ്റെ വീട്ടിൽ നാഗങ്ങളില്ലാത്ത ഭൂമിയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഒരു കാലത്ത്, അതായത് ആ വീട് നിൽക്കുന്ന പ്രദേശത്ത് ഒരു കാലത്ത് നാഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് അവർ മാറിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നാഗപൂജ വളരെയധികം അത്യാവശ്യമായ കാര്യമാണ്. നമ്മുടെ വീട്ടിലുള്ള പല പല പ്രശ്നങ്ങളും നാഗങ്ങളെ കൃത്യമായി പൂജിച്ചു കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മാറിപ്പോകുന്നതാണ്. അതുകൊണ്ട് ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി തിഥിയായ 2026 ഓഗസ്റ്റ് മാസം തിങ്കളാഴ്ച രാവിലെ കഴിയുമെങ്കിൽ 6:15 മുതൽ 8:43 വരെയുള്ള സമയത്തിനുള്ളിൽ ക്ഷേത്രത്തിൽ പോവുകയും അവിടെ പാല് മേടിച്ചു കൊടുത്ത് നാഗങ്ങൾക്ക് അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠമാണ്. ഈ പഞ്ചമി തിഥിയിൽ നാഗങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും പ്രാധാന്യം വന്നത്? അതിനൊരു കഥയുണ്ട്. അതായത് പണ്ട് പാലാഴി കടഞ്ഞ സമയത്ത് പാലാഴിയിൽ നിന്ന് ഉച്ചൈ സ്രവസ് എന്ന ഒരു വെളുത്ത കുതിര ഉയർന്നു വന്നു. പിന്നീട്
കദ്രുവും വിനീതയും നമുക്കറിയാം. കദ്രുവും വിനീതയും കശ്യപൻ്റെ 2 ഭാര്യമാരാണ്. അതിൽ നാഗങ്ങളുടെ അമ്മയാണ് കദ്രു. വിനീത ഗരുഡൻ്റെ അമ്മയാണ്. അങ്ങനെ കശ്യപൻ്റെ 2 ഭാര്യമാർ കദ്രുവും വിനീതയും. ഒരിക്കൽ കദ്രു വിനീതയോട് പറയുകയാണ്, ഈ ഉച്ചൈസ്രവസ് എന്ന കുതിരയുടെ നിറം വെളുത്തതാണെങ്കിലും കുതിരയുടെ വാല് കറുത്തതാണ് എന്ന് കദ്രു വിനീതയോട് പറയുന്നു. അപ്പോൾ വിനീത പറയുന്നു, അല്ല, വാലും വെളുത്തതാണ് എന്ന് പറയുന്നു. അങ്ങനെ ഇവർ തമ്മിൽ തർക്കമാവുകയും അവസാനം പന്തയം വെക്കുകയും ചെയ്യുന്നു. അങ്ങനെ കദ്രു പറയുകയാണ്, വാല് കറുത്തതാണെങ്കിൽ വിനീതേ നീ എൻ്റെ ദാസിയാകണം എന്ന് പറയുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കദ്രുവിന് മനസ്സിലാകുന്നു, അല്ല, ഉച്ചൈസ്രവസിൻ്റെ വാല് പൂർണ്ണമായും വെളുത്തതാണ് എന്ന്. അപ്പോൾ താൻ വിനീതയുടെ ദാസിയായി തീരുമോ എന്ന ഭയം കദ്രുവിന് ഉണ്ടാകുന്നു. അങ്ങനെ കദ്രു തൻ്റെ മക്കളായ നാഗങ്ങളെ വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു പന്തയം വെച്ചുപോയി, പക്ഷേ എനിക്ക് തോൽക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഉച്ചൈസ്രവസിൻ്റെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടക്കണം. അങ്ങനെ കടിച്ചു തൂങ്ങിക്കിടന്നാൽ ആകാശത്തുകൂടി സഞ്ചരിക്കുന്ന ഉച്ചൈസ്രവസിനെ കാണുമ്പോൾ വാല് കറുത്തതായി തോന്നുകയും അങ്ങനെ വിനീതയെ എൻ്റെ ദാസിയാക്കാൻ സാധിക്കും എന്ന് പറയുകയും ചെയ്യുന്നു. അത് കേട്ടതും ചില നാഗങ്ങൾ പറഞ്ഞു, അത് പറ്റില്ല, ഇത് തെറ്റാണ്, അമ്മ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നു. അത് കേട്ടതും കദ്രു ഈ നാഗങ്ങളെ, മക്കളാണ്, അവരെ ശപിക്കുന്നു. എന്താണ് ശാപം? നീ പാണ്ഡവരുടെ വംശത്തിൽ ജനിച്ച ജനമേജയൻ നടത്തുന്ന സർപ്പസത്രത്തിൽ നിങ്ങൾ വീണ് മരിക്കട്ടെ, ഭസ്മമായി തീരട്ടെ, ഇങ്ങനെയാണ് ശപിച്ചത്. ജനമേജയൻ ആരാണെന്ന് നമുക്കറിയാം ഇല്ലേ? പരീക്ഷിത്തിൻ്റെ പുത്രനാണ്. പരീക്ഷിത്ത് മഹാരാജാവ് ആരാണ് ഒക്കെ നമുക്ക് മഹാഭാരതം പഠിക്കുന്ന സമയത്ത് അറിയാം. അത് കേട്ടതും ഈ നാഗങ്ങൾക്ക് ഭയമായി. അമ്മയോട് എതിർക്കാതിരുന്ന മറ്റു ചില നാഗങ്ങൾ ഇനി അമ്മ ഞങ്ങളെയും ശപിച്ചാലോ എന്ന് ഭയന്ന് അമ്മയുടെ വാക്ക് അനുസരിക്കുകയും അങ്ങനെ കദ്രു ആ പന്തയത്തിൽ ജയിക്കുകയും ചെയ്യുന്നു. പിന്നീട് വിനീത കദ്രുവിൻ്റെ ദാസിയായി തീരുന്നു. അമ്മയായ വിനീതയുടെ ദാസ്യം തീർത്തത് പിന്നീട് ഗരുഡനാണ്. അങ്ങനെ ഈ ശപിക്കപ്പെട്ട, ശാപം മേടിച്ച നാഗങ്ങളെല്ലാവരും കൂടി വാസുകിയോടൊത്ത് എവിടെ ചെല്ലുന്നു? ബ്രഹ്മദേവനെ കാണാനായിട്ട് ചെല്ലുന്നു. ബ്രഹ്മദേവനോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു, ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറയുന്നു. ആ സമയത്ത് ബ്രഹ്മദേവൻ പറയുകയാണ്, ജരത്കാരു എന്ന ബ്രാഹ്മണൻ ജനിക്കുകയും വളരെ കഠിന ഹൃദയനാണ് ഈ ജരത്കാരു എന്ന ബ്രാഹ്മണൻ. അദ്ദേഹത്തിന് നിങ്ങളുടെ സഹോദരിയായ ജരത്കാരു എന്നു പേരുള്ള നിങ്ങളുടെ ഒരു സഹോദരി, ആ സഹോദരിയെ ഈ ജരത്കാരു എന്ന ബ്രാഹ്മണന് വിവാഹം കഴിച്ചു കൊടുക്കണം. അതായത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേര് ജരത്കാരു എന്നാണ്. ആ കഥയൊക്കെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മാധവം സ്ഥിരമായി കേൾക്കുന്ന ആളുകൾക്കൊക്കെ ആ കഥ അറിയാവുന്നതാണ്. അങ്ങനെ ഈ ജരത്കാരു എന്ന ബ്രാഹ്മണന് നിങ്ങളുടെ സഹോദരിയായ ജരത്കാരു എന്ന സഹോദരിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്നും അവർക്ക് ഒരു പുത്രൻ ജനിക്കും, ശ്രേഷ്ഠനായ പുത്രൻ ജനിക്കും. ആ പുത്രൻ്റെ പേരാണ് ആസ്തികൻ. ഈ ആസ്തികൻ ജനമേജയൻ നടത്തുന്ന സർപ്പയജ്ഞത്തിൽ ആ യജ്ഞഭൂമിയിൽ എത്തിച്ചേരുകയും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും എന്ന് ബ്രഹ്മദേവൻ പറയുന്നു. ജനമേജയൻ നടത്തുന്ന സർപ്പയജ്ഞത്തിൽ ഭീകരന്മാരും ദുഷ്ടന്മാരുമായ സർപ്പങ്ങൾ മരണപ്പെടുമെന്നും പക്ഷേ നല്ല സർപ്പങ്ങളെ ആസ്തികൻ രക്ഷിക്കും എന്നും ബ്രഹ്മദേവൻ പറയുന്നു. അങ്ങനെ ബ്രഹ്മദേവൻ പറഞ്ഞത് ഒരു പഞ്ചമി തിഥിയിലാണ്. അതുമാത്രമല്ല, ഈ ആസ്തികൻ ഈ യജ്ഞഭൂമിയിലെത്തി നാഗങ്ങളെ രക്ഷിച്ചതും ഒരു പഞ്ചമി തിഥിയിലാണ്. അതുകൊണ്ടാണ്, അതായത് നാഗങ്ങളെ രക്ഷിച്ചു, ബ്രഹ്മദേവനും ആസ്തികനും നാഗങ്ങളെ രക്ഷിച്ച ദിവസമാണ് ഈ പഞ്ചമി തിഥി. അതുകൊണ്ടാണ് പഞ്ചമിക്ക് നാഗങ്ങളുമായി ഇത്രയും ബന്ധമുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷ പഞ്ചമി അത് നാഗപഞ്ചമിയായി ആരാധിക്കുകയും ആ ദിവസം നാഗങ്ങളെ പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമാധാനവും സമ്പത്തും കുടുംബസുഖവും സന്തതികൾക്ക് ഉയർച്ചയും എല്ലാം ഉണ്ടാകുന്നു എന്നാണ് വിശ്വാസം. പ്രത്യേകിച്ച് മലയാളികളായ നമ്മളുടെ കുലദേവതകളാണ്
നാഗങ്ങൾ. കാരണം നമ്മൾ വസിക്കുന്ന എല്ലാ ഭൂമിയിലും, അതായത് നമ്മുടെ മലയാള ഭൂമിയിൽ എവിടെ നമ്മൾ വസിച്ചാലും അവിടെ കാവില്ല, കുളമില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ആ പ്രദേശത്ത്, എല്ലാ പ്രദേശത്തും ഒരു കാലത്ത് നാഗങ്ങൾ ഉണ്ടായിരുന്നു. പിന്നീട് നമുക്ക് ജീവിക്കുവാൻ വേണ്ടി, നമുക്ക് സമാധാനമായി ജീവിക്കുവാൻ വേണ്ടി അവർ ഒഴിഞ്ഞു തന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച അവരെ പൂജിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ സമാധാനം, വലിയ ഐശ്വര്യം നമുക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് 2026 ഓഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച നാഗപഞ്ചമി ദിവസം കഴിയുമെങ്കിൽ രാവിലെ 6:15 മുതൽ 8:43 വരെയുള്ള സമയത്ത് നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയും, എല്ലാ ക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠയുണ്ട്. നാഗദേവതകളുടെ പ്രത്യേക ക്ഷേത്രത്തിൽ തന്നെ പോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മിക്ക ക്ഷേത്രങ്ങളിലും നാഗപ്രതിഷ്ഠയുണ്ട്. അവിടെ പോയിട്ട് ഒരു കവർ പാല് മേടിച്ചു കൊടുത്ത് നാഗങ്ങൾക്ക് അഭിഷേകം ചെയ്യണം. എല്ലാവരും അങ്ങനെ ചെയ്യുമെന്നും പ്രാർത്ഥിക്കുമെന്നും വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും വീഡിയോ ഇടുന്നില്ല. അതിന് കാരണം വളരെ സ്ട്രെയിൻ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടത്. കാരണം നല്ല പനിയാണ്. പനിയൊന്ന് കുറഞ്ഞു വരുന്നു എന്ന് തോന്നും. പക്ഷേ കുറഞ്ഞു വന്നു എന്ന് ആശ്വസിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വീണ്ടും ടെമ്പറേച്ചർ കൂടുകയും BP കുറയുകയും ചെയ്യുന്നു. അങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ടിലാണ്. കഴിഞ്ഞ ആഴ്ചയും 2 ദിവസത്തിന് മുമ്പും ഒക്കെ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഇരുന്നൊന്ന് നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പോൾ തന്നെ പലതവണ നിർത്തിയാണ് ഇത്രയും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നെഞ്ചിനകത്ത് നല്ല വേദനയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴകൾ എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കഥയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. കഥ കുറച്ചും കൂടെ വിശദമായിട്ടൊക്കെ പറഞ്ഞു തരണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ കഥയൊക്കെ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. മറ്റൊരവസരത്തിൽ നമുക്ക് ഈ മഹാഭാരതത്തിലെ ഈ കഥയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വളരെ മനോഹരമായ കഥകളാണ്. കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം. രാമായണത്തിലെ കഥകൾ പോലും എനിക്ക് പറഞ്ഞ് പൂർത്തിയാക്കാനായിട്ട് പറ്റിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ അസുഖം കൊണ്ടാണ്, പറ്റുന്നില്ലായിരുന്നു. സങ്കടമുണ്ട് എനിക്ക്. പക്ഷേ പറ്റാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. നമുക്ക് പിന്നീടൊരവസരത്തിൽ എല്ലാം വളരെ വിശദമായിട്ട് തന്നെ കഥകൾ പറയാം. നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കണം. കാരണം നാളത്തെ ദിവസം അത്രയും പ്രാധാന്യമുള്ള ദിവസമാണ്. നാമം ജപിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.